ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഹേ മെഡിക്കോ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രതീക്ഷയുടെ 30 ദിനങ്ങൾ, മെഡിക്കൽ കോളേജ് അഡ്മിഷൻ എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാനുള്ള 30 ദിനങ്ങൾ, ഉറക്കമില്ലാത്ത രാത്രികളോടൊക്കെ വിട പറയാനുള്ള 30 ദിനങ്ങൾ. ഇനി നിങ്ങളുടെ മുന്നിൽ 30 ദിനങ്ങൾ. സമയം അടുക്കുകയാണ്. എനിക്കറിയില്ല നിങ്ങളിപ്പോൾ എത്രമാത്രം കഷ്ടപ്പെട്ടാണ് പഠിക്കുന്നത്, എനിക്കറിയില്ല എത്രമാത്രം ഉറക്ക ഒഴിച്ചാണ് പഠിക്കുന്നത്, എനിക്കറിയില്ല നിങ്ങൾ എവിടുന്നാണ് ഈ വീഡിയോ കാണുന്നതെന്ന് ഒന്നും എനിക്കറിയില്ല. പക്ഷേ എനിക്കൊരു കാര്യം ഉറപ്പാണ്, എന്നെ കാണുന്ന ഓരോ നീറ്റ് ആസ്പിരൻസും ഈ ഒരു 30 ദിവസം കഴിഞ്ഞിട്ട് ഒന്ന് ശാന്തമായിട്ട് ഉറങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ട് അല്ലേ. ഒരു ടെൻഷനും ഇല്ലാതെ നീറ്റ് കിട്ടും എന്ന റിലീഫോടെ ഉറങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഒന്ന് സന്തോഷത്തോടെ എക്സാം ഹാളിൻ്റെ പുറത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതെനിക്ക് ഉറപ്പാണ്. അപ്പം ഈ ഒരു 30 ദിവസം, ഇനി വരുന്ന 4 ആഴ്ച നിങ്ങൾ ശ്രദ്ധിക്കേണ്ട 5 കാര്യങ്ങളാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിലൂടെ പറഞ്ഞു തരാൻ പോകുന്നത്. എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയാണ്, ഈ 5 കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റ് ചെയ്താൽ, ഈ 5 കാര്യങ്ങൾ ഇനി വരുന്ന 1 മാസം നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ നീറ്റ് സ്കോർ എന്തായാലും ഇപ്പോഴുള്ള സ്കോറിനേക്കാളും കുറച്ച് മെച്ചപ്പെടുന്ന എനിക്ക് ഉറപ്പാണ്. സോ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യത്തെ പോയിന്റിലേക്ക് കിടക്കാം. കുറേ പേര് ഇങ്ങനെ പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുന്നുണ്ട്, അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാറുണ്ട്. ഞാൻ നീറ്റ് NCERT ടെക്സ്റ്റ് ബുക്ക് അല്ലെങ്കിൽ ബയോളജി ഈ NCERT ടെക്സ്റ്റ് ബുക്ക് കുറേ പ്രാവശ്യം വായിച്ചു കേട്ടോ, പക്ഷേ മാർക്ക് ഇതുവരെ ആ മിനിമം ടാർഗറ്റ് ആയിട്ടുള്ള 300 പോലും എനിക്ക് എത്താൻ പറ്റുന്നില്ല. എന്തായിട്ടാണ് എനിക്ക് പറ്റുന്നത്? ഞാൻ വായിക്കുന്നതിൻ്റെ കുഴപ്പമാണോ എന്നാണ് കുറേ പേര് എന്നോട് ചോദിക്കുന്നത്. പക്ഷേ അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ വായിക്കുന്നതിൻ്റെ കുഴപ്പമല്ല, ഈ വായിക്കുന്നതിൻ്റെ കൂടെ പ്രോപ്പറായിട്ട് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്നില്ല എന്നായിരിക്കാം നിങ്ങളുടെ പ്രശ്നം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം ഈ ഒരു കുട്ടികൾ ശ്രദ്ധിക്കേണ്ട എന്താ വെച്ചാൽ, ഇനിയുള്ള 30 ദിവസം നിങ്ങൾ NCERT ടെക്സ്റ്റ് ബുക്ക് വായിക്കുന്നതിൻ്റെ ഒപ്പം ഈ ഒരു ബയോളജി ക്വസ്റ്റ്യൻ പേപ്പർ MCQs സോൾവ് ചെയ്യുക. അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നമ്മൾ നീറ്റ് എക്സാം എഴുതാൻ പോകുന്നത് MCQ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ്. സോ ആ ഒരു കോൺസെപ്റ്റിൽ നിന്ന് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരിക എന്ന് നമുക്ക് പ്രോപ്പറായിട്ട് മനസ്സിലായാൽ മാത്രമേ നമ്മൾ പഠിച്ച ഭാഗത്തു നിന്നെങ്കിലും നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. സോ സ്റ്റാർട്ട് സോൾവിങ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. NCERT ബയോളജി വായിച്ചത് കൊണ്ട് മാത്രം ബയോളജിയിൽ നമുക്ക് നല്ല മാർക്ക് കിട്ടണമെന്നില്ല. അപ്പം ബയോളജിയിൽ ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെയാണ് വരിക, ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചോദിക്കുക, അസേഷൻ റീസൺ എങ്ങനെയാണ് ചോദിക്കുക എന്നൊക്കെ അറിയണമെങ്കിൽ കുറേ അധികം MCQ ചെയ്ത് നമുക്കൊരു ശീലം വരേണ്ടതുണ്ട്. സോ ഇതുവരെ മര്യാദയ്ക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഒന്നും ചെയ്യാൻ തുടങ്ങാത്തവരാണെങ്കിൽ ഇനിയുള്ള 30 ദിവസം NCERT ബയോളജി വായിച്ച് മാത്രം ഇരിക്കാതെ വായിക്കുന്നതിനോടൊപ്പം ചാപ്റ്റർ വൈസും പ്രീവിയസ് ഇയറും തുടങ്ങിയവ ചെയ്തിട്ട് നല്ലോണം MCQ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുക. സോ സ്റ്റാർട്ട് സോൾവിങ് മോർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. ഇത് ബയോളജീന്ന് പറയുന്ന ബയോളജിയിലാണ് ഈ മിസ്റ്റേക്സ് അധികം ആൾക്കാരും ചെയ്യുന്നതെന്നുള്ളത് കൊണ്ടാണ്. അതോടൊപ്പം കെമിസ്ട്രിയും ഫിസിക്സും എല്ലാം സ്റ്റാർട്ട് സോൾവിങ് മോർ MCQs, സ്റ്റാർട്ട് സോൾവിങ് മോർ അസേഷൻ റീസൺ. എന്നാലേ നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു അവയർനെസ് കിട്ടുള്ളൂ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക എന്നുള്ളത്. രണ്ടാമത്തെ കാര്യത്തിലേക്ക് കടക്കാം. ഇപ്പോൾ പല കുട്ടികളും ഫേസ് ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ കുറേ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്യുന്നുണ്ട്, പക്ഷേ എന്നിട്ടും എൻ്റെ മാർക്ക് കൂടുന്നില്ല എന്നുള്ളൊരു കേസാണ്. അപ്പോൾ ഈ ഒരു സിനാറിയോ വരാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, അവർ പ്രോപ്പറായിട്ട് സോൾവ് ചെയ്യുന്നില്ല എന്നാണ് സത്യം. നമ്മൾ കുറേ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചു, വേഗം ഒരു ടൈമിൻ്റെ ഉള്ളിൽ ചെയ്ത് തീർത്തു, എന്നിട്ട് അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് തീർത്തു. ഇതിലൊരു കാര്യവും നമുക്ക് ഗെയിൻ ചെയ്യാനില്ല. അപ്പം ദ ഹോൾ പോയിന്റ് ഓഫ് ഡൂയിങ് എ ക്വസ്റ്റ്യൻ പേപ്പർ ഈസ് ആ 720 മാർക്സിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ നമുക്ക് തറവാണം. 720 മാർക്സിന് ചോദിക്കുന്ന കോൺസെപ്റ്റ്സ് നമ്മൾ പഠിച്ചോന്ന് നമ്മളെ ടെസ്റ്റ് ചെയ്യാണ്. സോ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പം ആ ക്വസ്റ്റ്യൻ പേപ്പർ ഒരു ടൈം ലിമിറ്റ് ചെയ്യുക. 3 hour മാർക്ക് തന്നെ ചെയ്ത് തീർക്കുക. ആ 3 hour മാർക്ക് ചെയ്ത് തീർക്കുമ്പോൾ നമ്മൾ ജസ്റ്റ് അനലൈസ് ചെയ്യുക, നമ്മുടെ ശരിയും തെറ്റും ഒക്കെ അനലൈസ് ചെയ്തിട്ട് ഒരു സ്കോർ കിട്ടും. 600 ഔട്ട് ഓഫ് 720 കിട്ടി. അപ്പം നമ്മൾ 600 കിട്ടിയല്ലോ അല്ലെങ്കിൽ 650 കിട്ടിയല്ലോ എന്ന് പറഞ്ഞ് സന്തോഷിക്കാതെ അല്ലെങ്കിൽ വിഷമിക്കാതെ ബാക്കിയുള്ള 100 മാർക്ക്, ബാക്കിയുള്ള 120 മാർക്ക് എവിടെ പോയി എന്ന് നമ്മൾ നോക്കണം. ആ ഒരു 120 മാർക്ക് കറക്റ്റ് ചെയ്യുന്നതിലൂടെയാണ് ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്യുന്നതിൻ്റെ ഹോൾ പർപ്പസ് നമ്മൾ ഗെയിൻ ചെയ്യുന്നത്. സോ തെറ്റുത്തരം എവിടെയാണെന്ന് നോക്കുക, തെറ്റുത്തരം കറക്റ്റ് ചെയ്യുക. NCERT ബയോളജി ആണെങ്കിൽ തെറ്റിയ ഭാഗം ഒന്ന് എടുത്ത് വായിക്കുക. ക്വസ്റ്റ്യൻ പേപ്പർ ഫിസിക്സ് ആണെങ്കിൽ ഏത് ഭാഗത്തു നിന്നാണ് തെറ്റിയത് ആ കോൺസെപ്റ്റ് മാത്രം ഒന്ന് എടുത്ത് വായിക്കുക. ആ കോൺസെപ്റ്റിൻ്റെ ഫോർമുലാസ് മാത്രം ഒന്ന് റിവൈസ് ചെയ്യുക. അങ്ങനെ കറക്റ്റ് ചെയ്ത് പോയാലേ ഓരോ ക്വസ്റ്റ്യൻ പേപ്പറും നമ്മൾ സോൾവ് ചെയ്യുന്നതിൽ അർത്ഥമുള്ളൂ. സോ ഡോണ്ട് ജസ്റ്റ് ഫോക്കസ് ഓൺ സോൾവിങ് ക്വസ്റ്റ്യൻ പേപ്പർ, ട്രൈ ടു മേക്ക് ഇറ്റ് പേർപ്പസ്ഫുൾ. നമ്മൾ സോൾവ് ചെയ്യുന്നു, തെറ്റുത്തരം പഠിക്കുന്നു, ആ ഒരു തെറ്റിയ ഭാഗത്തുനിന്ന് പിന്നെ എപ്പോൾ ചോദിച്ചാലും നമ്മൾ എഴുതുന്നുള്ള ഒരു സെൽഫ് കോൺഫിഡൻസ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നു. ദെൻ ദ ഹോൾ പോയിന്റ് ഓഫ് സോൾവിങ് ക്വസ്റ്റ്യൻ പേപ്പർ ബിക്കം സക്സസ്ഫുൾ. മൂന്നാമത്തെ പോയിന്റിലേക്ക് കടക്കാം. ഇനി 1 മാസം കഴിഞ്ഞാൽ നീറ്റ് എക്സാം വരികയാണ് അല്ലേ. അപ്പം നമ്മൾ കുറേ അധികം ടോപ്പിക്സ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, കുറേ അധികം ഫോർമുലാസ്, കുറേ അധികം കോൺസെപ്റ്റ് നമ്മളെ മനസ്സിലുണ്ട്. പക്ഷെ നമ്മൾ എപ്പോഴും സെൽഫ് ഡൗട്ട് ചെയ്യും, നമ്മൾ ഈ ഭാഗം പഠിച്ചോ, നമ്മൾ ഈ ചാപ്റ്റർ ഒന്നും പഠിച്ചില്ലല്ലോ. നമ്മൾ ഓരോ മോഡൽ എക്സാം പോകുന്നതിൻ്റെ മുന്നേ നമ്മൾ ഡൗട്ട് അടിക്കും അല്ലേ, നമ്മളിത് പഠിച്ചില്ല, ഇതിൽ നിന്ന് വന്നാൽ നമ്മൾ എന്തായാലും പൊട്ടും, അങ്ങനത്തെ രീതിയിലായിരിക്കും നമ്മൾ പോവുക. അപ്പോൾ ഈ ഒരു സെൽഫ് കോൺഫിഡൻസ് ഇല്ലായ്മ, ഈ ഒരു പഠിച്ചില്ല എന്നുള്ള തോന്നൽ സ്വാഭാവികമാണ്, എല്ലാവർക്കും ഇത് തോന്നുന്ന ഒരു കാര്യമാണ്. പക്ഷേ അതേസമയം ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ ആ ഭാഗത്ത് നിന്ന് ചോദിച്ചാൽ നമ്മൾ ഒരു പക്ഷേ ആലോചിച്ച് അത് എഴുതിയെന്ന് വരും. അപ്പോൾ ഇത് നോർമലാണ്. അപ്പോൾ ഇനിയുള്ള 1 മാസം വലുതായിട്ട് പുതിയ ടോപ്പിക്കിലേക്ക് പോവാതെ, പുതിയ ചാപ്റ്റേഴ്സിലേക്ക് പോവാതെ കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യാൻ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക.
ഇനിയുള്ള 28 ദിവസങ്ങൾ ചാടിക്കയറി ഇന്നത് തീരെ പഠിച്ചില്ലല്ലോ എന്ന് പറഞ്ഞ ഒരു ചാപ്റ്ററിൽ തന്നെ 2-3 ദിവസങ്ങൾ നമുക്ക് ചിലവഴിക്കാനില്ല. ഓരോ കോൺസെപ്റ്റിലും ഒരു ദിവസം നമുക്ക് ചിലവഴിക്കാനില്ല. സോ the more number of times you revise your concept, the more number of times you revise what you studied, the better you get. അതാണ് നമ്മൾ ശരിക്കും നീറ്റിൽ സംഭവിക്കുന്നത്. നീറ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്, ബട്ട് ദ കോമ്പറ്റീഷൻ എവിടെയാണ് ടഫ് ആവുന്നത്? ആ ഒരു ഫേസിലാണ്, നമ്മൾ റിവൈസ് ചെയ്യുന്ന ഫേസിൽ നമ്മൾ ഇപ്പോൾ അനുഭവിക്കുന്ന ഈ ടെൻഷൻ, പ്രഷർ, കെയോസ്, ആൻസൈറ്റി, ഈ ഒരു സംഭവം നമ്മൾ തരണം ചെയ്യുന്നതാണ് നമ്മൾ ഫേസ് ചെയ്യുന്ന റിയൽ കോമ്പറ്റീഷൻ. സോ നമുക്ക് എല്ലാവർക്കും പൊട്ടൻഷ്യൽ ഉണ്ട്, നമുക്ക് എല്ലാവരും കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്, പക്ഷേ നമുക്ക് ഇപ്പോഴും ഒരു ഉറപ്പുണ്ടാവില്ല. അതുകൊണ്ട് പുതിയ കാര്യങ്ങൾ പഠിക്കാതെ പഠിച്ച കാര്യങ്ങൾ തന്നെ കൂടുതൽ പ്രാവശ്യം റിവൈസ് ചെയ്യുക. ഇനി പുതിയ ടോപ്പിക്സിലേക്ക് പോവാതെ പഠിച്ച കാര്യത്തിൽ നിന്ന് മോർ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്യുക, മോർ നമ്പർ ഓഫ് ഓൾ യൂണിറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുക, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുക. ഇങ്ങനെ റിവൈസ് ചെയ്ത് ജസ്റ്റ് ബൂസ്റ്റ് അപ്പ് യുവർ മെമ്മറി. ദർ ഇസ് നോ റൂം ഫോർ കമ്പാരിസൺ. ഇനിയുള്ള ഒരു മാസക്കാലം നിങ്ങൾ എത്രമാത്രം നിങ്ങളെ ഫ്രണ്ട്സായിട്ട് കമ്പയർ ചെയ്യുന്നു അത്രമാത്രം നിങ്ങളെ തന്നെ ഡിസ്ട്രാക്ട് ചെയ്യാണ്. ഇനിയുള്ള ഒരു മാസക്കാലം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു നീറ്റ് എക്സാം അല്ല ടഫ്, ഈ ഒരു ഫേസ് ആണ്, ഈ ഒരു കോമ്പറ്റേറ്റീവ് ഫേസ് ആണ് ടഫ്, അതിൻ്റെ പ്രിപ്പറേഷൻ ഫേസ് ആണ് ടഫ്. സോ ഇനിയുള്ള ഒരു മാസക്കാലം വളരെ ക്രൂഷ്യലാണ്. നിങ്ങളുടെ മെൻ്റൽ സ്റ്റെബിലിറ്റി ഷുഡ് പ്രൂവ് ഹൂ യു ആർ. സോ നല്ലോണം മെൻ്റൽ സ്റ്റേബിൾ ആണെങ്കിൽ നമ്മൾ ഒരിക്കലും നെഗറ്റീവ് തോട്ട്സ് നമ്മളെ മനസ്സിലേക്ക് കയറരുത്. സോ ഒരു കമ്പാരിസണും ഇല്ല. നിങ്ങൾ ആകെ ഫോക്കസ് ചെയ്യേണ്ടത് എന്താ? നിങ്ങൾ ഇന്നത്തേക്കാൾ ബെറ്റർ ആവണം നാളെ എന്നുള്ള ഒറ്റ കാര്യം മാത്രം ഫോക്കസ് ചെയ്താൽ മതി. അപ്പം അങ്ങനെയാണെങ്കിൽ ഓരോ ദിവസം ബെറ്ററായി 30 ദിവസം കഴിഞ്ഞ് നീറ്റ് എക്സാം എഴുതുമ്പോൾ നിങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ട് നീറ്റ് എക്സാം എഴുതണം. സോ ഇന്ന് തെറ്റിയ കാര്യങ്ങൾ നാളെ തെറ്റില്ല, ഇന്ന് പഠിക്കാത്ത കോൺസെപ്റ്റ് നാളെ ഞാൻ എഴുതും, ഇന്ന് എനിക്ക് തെറ്റിപ്പോയ ഫോർമുല ഞാൻ കറക്റ്റായിട്ട് നാളെ സോൾവ് ചെയ്യും. ഇങ്ങനെ നിങ്ങളുടെ മിസ്റ്റേക്സ് ഓരോന്നായി ഹീൽ ചെയ്ത് വരുമ്പോൾ യു വിൽ ബിക്കം എ ബെറ്റർ യു. സോ നെവർ കമ്പയർ യുവർ സെൽഫ് വിത്ത് അതേഴ്സ്, ജസ്റ്റ് ഫോക്കസ് ഓൺ യുവർ സെൽഫ് ആൻഡ് ബിൽഡ് എ ബെറ്റർ യു. അപ്പോൾ 5ാമത്തെ പോയിന്റിലേക്ക് കടക്കാം. അവോയ്ഡ് സോഷ്യൽ മീഡിയ ഡിസ്ട്രാക്ഷൻസ് ഫോർ ജസ്റ്റ് 1 month. നമ്മൾ റീൽസ് സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാരാണോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്ന ആളാണോ, എല്ലാം ഒന്ന് ഒരു മാസത്തേക്ക് ഡീആക്ടിവേറ്റ് ചെയ്ത് നോക്കിയാൽ. നമ്മൾ റെസ്റ്റ് എടുക്കുമ്പോൾ ജസ്റ്റ് റെസ്റ്റ് എടുക്കുക, റീൽസ് തോന്നുന്ന നിർബന്ധമില്ലല്ലോ. അപ്പോൾ ഒരു മാസക്കാലം ഇനി എല്ലാ ഡിസ്ട്രാക്ഷൻസും ഒഴിവാക്കിയിട്ട് വാട്സപ്പ് ഒന്ന് ഡീആക്ടിവേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഒന്ന് ഡീആക്ടിവേറ്റ് ചെയ്തിട്ട് നമ്മുടെ ഗോൾസിന് വേണ്ടി മാത്രം ഒന്ന് ജസ്റ്റ് പരിശ്രമിക്കുക. ഇനി ഒരു മാസം നമ്മുടെ ഫോക്കസ്, നമ്മൾ റെസ്റ്റ് ചെയ്യുമ്പോൾ പോലും നമ്മുടെ ഫോക്കസ് നീറ്റിലായിരിക്കണം. നമ്മൾ റെസ്റ്റ് ചെയ്യുമ്പോഴും നമ്മുടെ ഉറക്കത്തിലും നമ്മുടെ ഊണിലും ഉറക്കത്തിലും എല്ലാം നമ്മുടെ ഫോക്കസ് നീറ്റ് എഴുതണം, നീറ്റ് ക്രാക്ക് ചെയ്യണം, ഡോക്ടർ ആവണം. ഈ ഒരു തോട്ട് മാത്രമേ നമ്മുടെ മൈൻഡിൽ വരാൻ പറ്റുള്ളൂ. സോ ഇനിയുള്ള ഒരു മാസക്കാലം സോഷ്യൽ മീഡിയാസിനോടൊക്കെ ഒന്ന് വിട പറഞ്ഞാൽ നമുക്ക് നല്ലോണം ഇമ്പ്രൂവ് ആവുന്നുള്ള കാര്യം എനിക്ക് ഷുവറാണ്. പല പഠനങ്ങളും പറഞ്ഞിട്ടുണ്ട്, ഈ ഒരു സോഷ്യൽ മീഡിയ നമ്മൾ ദിവസം കുറച്ച് നേരം ഉപയോഗിക്കുന്ന കാര്യങ്ങളെങ്കിലും പല പഠനങ്ങളും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ദിവസവും കുറച്ച് നേരം സോഷ്യൽ മീഡിയ ഉപയോഗിക്കാമെന്ന് വിചാരിച്ചാൽ പോലും ഈ ഒരു തോട്ട്, നമ്മൾ സോഷ്യൽ മീഡിയ കണ്ട സാധനം നമ്മുടെ ബ്രെയിനിൽ ഇടയ്ക്കിടയ്ക്ക് സ്റ്റിമുലേറ്റ് ആവും. ഇത് നമ്മുടെ ഫോക്കസ് നശിപ്പിക്കും, ഇത് നമ്മുടെ കോൺസെൻട്രേഷൻ പവർ കുറയ്ക്കും, എല്ലാം കുറയ്ക്കും, നമ്മുടെ ഉറക്കിനെ ബാധിക്കും, നമ്മുടെ സ്വപ്നങ്ങളെ ബാധിക്കും. അപ്പം ഇനിയുള്ള ഒരു മാസക്കാലം ജസ്റ്റ് സ്വപ്നം കാണുകയാണെങ്കിൽ നീറ്റ് മാത്രം സ്വപ്നം കാണുക, നമ്മുടെ MBBS എന്ന ഗോൾ മാത്രം സ്വപ്നം കാണുക. നീറ്റ് ആസ്പിരൻ്റ് എന്ന പേര് മാറ്റി ഞാനൊരു ഫസ്റ്റ് ഇയർ MBBS സ്റ്റുഡൻറ്റ് ആവണം എന്നുള്ള ആ ഒരു സംഭവം മാത്രം നമ്മുടെ മൈൻഡിൽ കൊണ്ടുവന്നിട്ട് എല്ലാ സോഷ്യൽ മീഡിയ ഡിസ്ട്രാക്ഷൻസും ഒഴിവാക്കി നമ്മൾ പഠിക്കാൻ ശ്രദ്ധിക്കുക. ഇത്രയും കാര്യങ്ങളായിരുന്നു ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ ആഗ്രഹിച്ചത്. അപ്പോൾ ഇനിയുള്ള ഒരു മാസക്കാലം നീറ്റ് മാത്രം ഫോക്കസ് ചെയ്യുക. ക്രിയേറ്റ് ആൻ ഒബ്സഷൻ വിത്ത് സ്റ്റഡി. നിങ്ങൾ ഒബ്സഷൻ ഉണ്ടോയെന്ന് എങ്ങനെയാണ് മനസ്സിലാവാന്നല്ലേ? നിങ്ങൾ ജസ്റ്റ് ആലോചിച്ച് നോക്കുക. നിങ്ങളെ അമ്മ ഫോൺ വിളിക്കുകയാണ്, അപ്പോൾ അമ്മേനോട് പറയാം വേഗം വെക്കണം അമ്മേ, എനിക്ക് കുറച്ചും കൂടെ പഠിക്കാണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ മെസ്സ് ടൈം ആവുകയാണ്, നിങ്ങൾ പറയാണ് എനിക്ക് ഈ പാഠം കൂടെ പഠിച്ച് കഴിഞ്ഞിട്ട് ഞാൻ മെസ്സെന്ന് കഴിക്കാം. ഇതാണ് ഒബ്സഷൻ. നമ്മൾ നീറ്റ് ക്രാക്ക് ചെയ്യാനുള്ള ഒരു ഒബ്സഷൻ ക്രിയേറ്റ് ചെയ്യുക. ആ ഒരു വൈറ്റ് കോട്ടിലേക്ക്, ആ ഒരു സ്റ്റെതസ്കോപ്പിലേക്ക്, ആ ഡോക്ടർ എന്ന പ്രൊഫഷനിലേക്ക് ഒരു ഒബ്സഷൻ ക്രിയേറ്റ് ചെയ്യുക. ഇനി ഒരു മാസക്കാലം അത് മാത്രം ആലോചിക്കുക, നല്ലോണം ഇമാജിനേറ്റ് ചെയ്യുക, നല്ലോണം പിക്ചറൈസ് ചെയ്യുക, നല്ലോണം ഡ്രീം ചെയ്യുക. ആ ഡ്രീമിന് വേണ്ടി നല്ലോണം വർക്ക് ചെയ്യുക. അങ്ങനൊരു ഡേ നിങ്ങളെ കാത്തിരിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുകയാണ്, ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അത്രയൊക്കെയായിരുന്നു ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ പേരോട് ചാനൽ റെക്കമെൻഡ് ചെയ്യുക. പാരൻസൊക്കെ വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൊക്കെ പറയുക. അപ്പം പുതിയൊരു വീഡിയോ ഒക്കെ കാണുന്നവരേക്കും എല്ലാവരോടും ബൈ.